നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് വല്ലാത്തൊരു ടെൻഷനിലായിപ്പോയി ഭാമ. ചന്ദ്രമതി പെട്ടെന്ന് അവിടേക്ക് വരുമെന്ന് ഓർത്തില്ല. എന്താടി നിനക്ക് എന്താ ഒരു പരിങ്ങള്? അല്ല നീ ഇതുവരെയായിട്ടും പോയില്ലേ? അല്ല ചന്ദ്ര, അത് പിന്നെ ഞാൻ പോവാൻ തുടങ്ങുമായിരുന്നു. പെട്ടെന്ന് ഭാമ ആ കീ അങ്ങോട്ട് മുറുക്കി പിടിച്ചു. അത് കാണാത്ത വിധം മാറ്റി പിടിക്കുകയാണ്. എന്താണ് നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം? അതൊക്കെ വെറുതെ ചന്ദ്രൻ, നിനക്ക് തോന്നല്ലേ? ഞാൻ ഇതേ പോകാനായിട്ട് ഇറങ്ങിയേക്കോ? ഇനിയിപ്പം ഞാൻ ഇവിടെ ഇരുന്നെന്ന് വേണ്ട. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, പിന്നെ ഒരു കാര്യം, പോകുന്നൊന്നും കുഴപ്പമില്ല, പക്ഷെ ആ ശ്രുതി എന്ന് പറയുന്ന പെരുങ്കള്ളി ആ വീട്ടിലേക്ക് എങ്ങാനും കയറ്റിന്ന് ഞാൻ അറിഞ്ഞാല് പിന്നെ നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. എടി ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോ? അതൊക്കെ പറഞ്ഞിട്ട് ഭാമ ഇറങ്ങി പോകുന്നത്. ഭാമ നേരെ കീയുമായിട്ട് ശ്രുതിയുടെ അടുത്തേക്കാ ചെല്ലുന്നേ. അങ്ങനെ ശ്രുതിക്ക് കൊണ്ട് കീ കൊടുത്തിട്ട് പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ബാഗ് പോയി എടുക്കുക, എത്രയും പെട്ടെന്ന് തന്നെ പോയി എടുത്തോണം. എന്നിട്ട് കീ ആ വീട്ടിലേക്ക് ഇടുക, എന്തേലും ചെയ്തോണം. എൻ്റെ തലയിൽ ഒരു കുറ്റം വന്നേക്കരുത്. ആന്റിയെ ഞാൻ കുറ്റപ്പെടുത്തോ? ഒരിക്കലും ഇല്ല. അല്ല, ആന്റിയെ കീ എടുത്തെന്നുള്ള കാര്യം അവിടെ ആർക്കും അറിയില്ലല്ലോ. അല്ല, ഇനിയിപ്പോ ആ ബാഗ് കാണാതെ പോയി, ബാഗ് അതിനകത്ത് വണ്ടിക്കകത്ത് ഇല്ലാതെ വരുമ്പോ അവര് സംശയിക്കില്ലേ? അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ആന്റി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ആന്റി ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ കീ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് ഇരട്ടി സന്തോഷം. ശ്രുതി പെട്ടെന്ന് മീരയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, നമുക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. എന്താടി കാര്യം? അതെ, സച്ചിയുടെ കാറിന്റെ കീ അത്. ഇതെനിക്ക് കൊണ്ടുപോയി ആന്റണിക്ക് കൊടുക്കണം. അല്ല, എന്തിനാടി കാറിന്റെ കീ? അതൊന്നും എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. സച്ചിയുടെ കാറിന്റെ കീ ഒന്ന് എടുത്തു കൊടുക്കാൻ പറഞ്ഞു. എടി ഇതൊക്കെ റിസ്ക് അറിയാലോ. അവൻ എന്ത് ഉദ്ദേശത്തിലാണെന്ന് അറിയത്തില്ല. എടി എന്ത് ഉദ്ദേശമാണെന്ന് നമുക്കെന്നാ? ആ സച്ചി എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ മതി എന്ന് ഓർത്താ ഞാനിരിക്കുന്നേ. ശ്രുതി, എങ്ങാനും പിടിക്കപ്പെട്ടാ തീർന്നു. എങ്ങനെ പിടിക്കപ്പെടാനാ? ഇത് ഭാമാന്റെ അല്ലേ എടുത്തേ, ഞാനല്ലല്ലോ. ഞാൻ ആ വീട്ടിലേക്ക് പോയിട്ട് പോലുമില്ല. പക്ഷേങ്കില് മീരയ്ക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു. ഒടുവിൽ മീരയും കൂട്ടിക്കൊണ്ട് ശ്രുതി പോകുന്ന ആന്റണിയെ കാണാനായിട്ട്. അങ്ങനെ ആന്റണി വിളിച്ചിടത്തേക്ക് വന്നു. അങ്ങനെ ആന്റണി അടുത്ത് കൊണ്ടുപോയി കീ കൊടുക്കുകയാണ് ശ്രുതി. പിന്നീട് ആന്റണിയോട് പറഞ്ഞു, അതെ അറിയാലോ, ഈ കീ പിന്നെ അവിടെ കൊടുക്കില്ലെന്ന് ചോദിച്ചു. അതൊക്കെ വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. അല്ല, എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു. അതൊക്കെ ഉണ്ട്. അല്ല ആന്റണി, എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിച്ചു. പ്രശ്നമോ? അവന്റെ കാറിന്റെ ബ്രേക്ക് അഴിച്ചു വിടാൻ വേണ്ടിട്ടാ. അവനിനി ജീവനോടെ ഇരിക്കാൻ പാടില്ല. അല്ല, നിനക്കിട്ടും കുറെ പണി തന്നല്ലേ ശ്രുതി, അപ്പൊ ഇങ്ങനെ ഒരു പണി ചെയ്യണോന്ന് പറഞ്ഞു. ഒരു നിമിഷം ശ്രുതി ഞെട്ടിപ്പോയി. എന്റെ ഭഗവാനെ, ഇത് എനിക്കൊട്ടും കൂടെ പണി കിട്ടുന്ന ലക്ഷണമാണല്ലോ. നീ പേടിക്കൊന്നും വേണ്ട. നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? നിനക്കൊന്നും അറിയത്തില്ല. നീ ഒന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. അവൻ നിന്റെ ശത്രുവല്ലേ, അപ്പൊ പിന്നെ അവനിട്ട് പണി കൊടുക്കണ്ടെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ശ്രുതി ഒന്ന് ആലോചിച്ചു. ശരിയാ, തന്റെ ജീവിതം തല്ലിക്കെടുത്താനായിട്ട് അവൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, ശരിയാ, പിന്നെ ഒരു കാര്യം, ആ നവീനുണ്ടല്ലോ, അവൻ വരുവാണെങ്കിൽ അവന്റെ കാര്യം അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ശ്രുതി, നീ ധൈര്യമായിട്ട് പോയിക്കോ. അവന് കൊടുക്കേണ്ട പണമൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ അവനെ ഞാൻ ഒതുക്കി വിട്ടോളാം. ആ കാര്യത്തില് ഇനിയിപ്പം നീ പേടിക്കണ്ട. അങ്ങനെ ശ്രുതി മീരയും കൂടെ സന്തോഷത്തോടെ തിരികെ പോകുന്ന വഴിക്ക് ശ്രുതി മീരയോട് പറഞ്ഞു, ആ നവീൻ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞേ. കഷ്ടകാല സമയത്ത് തന്നെ വന്നത്. എന്താണെങ്കിലും കൃത്യസമയത്ത് തന്നെ ആന്റണി അവനെ കൈകാര്യം ചെയ്തോളൂ. അതന്നെ ഒരു സമാധാനമല്ലേ? അതെ, അല്ലെങ്കിൽ ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്തേനും. പിന്നീട് സച്ചിൻ രേവതിയും കൂടെ അന്ന് ടെറസിന്റെ അവിടേക്കാണ് കിടക്കാനായിട്ട് അങ്ങോട്ട് കയറി പോകുന്നേ. അങ്ങനെ കയറിപ്പോയി ഇരിക്കണം. അവിടെ കുറച്ച് സമയം ഒരു വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അതെ, എനിക്ക് നീ ചെയ്ത പ്രവൃത്തി അത്രയ്ക്കും കൂടെ ഇഷ്ടപ്പെട്ടില്ല. എന്ത് പ്രവൃത്തി? അല്ല, ആ ആന്റണിയുടെ കർണത്തൊക്കെ അടിച്ചെന്ന് പറഞ്ഞേ. അതാണോ? സച്ചിയാണ് ഇപ്പോഴും അത് വിട്ടിട്ടില്ലേ? ഇടി നിനക്കത് പറയാം. അവൻ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? അവൻ പ്രതികാരം ചെയ്യും. ഇതിന് പ്രതികാരം ചെയ്യാൻ അവൻ വന്ന ഞാൻ അങ്ങ് നിന്നു കൊടുക്കുകയാണോ? സച്ചിയാണ് ഒട്ടും ബുദ്ധിയും ബോധമില്ലേ? ഞാൻ നിന്നു കൊടുക്കുകയില്ല. ഒന്ന് ഇങ്ങോട്ട് വന്നിട്ട് നാളെ ഞാൻ അങ്ങോട്ടേക്ക് തിരികെ കൊടുക്കും. തിരിച്ചടിക്കും എന്നുള്ള കാര്യം അവൻ അറിയാം. അതുകൊണ്ട് അവൻ എൻ്റെ അടുത്തേക്ക് വരത്തില്ല സച്ചിയേട്ടാ. നമ്മൾ പേടിച്ചിരിക്കുമ്പോഴാ നമ്മുടെ അടുത്തേക്ക് വരുന്നേ. നമ്മൾ തിരിച്ച് പ്രതികരിക്കുവാണെങ്കിൽ അടങ്ങി ഒതുങ്ങിയിരുന്നോളൂ എന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് നല്ലൊരു ഭയമുണ്ട്. എന്തിനാ ഭയക്കുന്നേ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. സച്ചിയേട്ടൻ നോക്കിയാൽ മതി. പിന്നെ എൻ്റെ അടുത്തേക്ക് അവൻ വരാനായിട്ട്, എൻ്റെ അടുത്തേക്ക് വന്നാൽ ജീവനോടെ പോകും നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞു. എങ്കിൽ ശരി, കിടക്കാം. ഇത് എനിക്ക് നാളെ രാവിലെ ഓട്ടം ഉള്ളാന്ന് പറഞ്ഞു. അങ്ങനെ സച്ചിൻ്റെ അവധിയും കൂടെ കിടക്കുവാണ്. ആ സമയം കാറിന്റെ കീ കൊണ്ടുപോയി തന്റെ ശിങ്കിടികളുടെ കയ്യിലേക്ക് കൊടുത്തു ആന്റണി. എന്നിട്ട് പറഞ്ഞു, കാറിന്റെ ബ്രേക്ക് അഴിച്ചു വിടണം. അറിയാലോ, നമ്മുടെ പണി ഓരോരിടത്തും പാളിപ്പോവരുത്. അതൊക്കെ ഞങ്ങൾ ഏറ്റു. ആശാനെ, ഞങ്ങൾ എന്താണെങ്കിലും കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടവന്മാര് മതിലും ചാടിക്കടന്നാണ് സച്ചിയുടെ വീട്ടുമുറ്റത്തേക്ക് വരുന്നത്. അങ്ങനെ
കീ ഉപയോഗിച്ച് കാർ തുറന്നു. ബ്രേക്ക് അഴിച്ചു വിടുവാണ്. ബ്രേക്ക് ഇല്ലാതെ നാളെ വണ്ടി പോകുമ്പോൾ സച്ചിക്ക് ആക്സിഡന്റ് ഉണ്ടാകണം, അതായിരുന്നു അവന്മാരുടെ ലക്ഷ്യം. അങ്ങനെ ബ്രേക്ക് അഴിച്ചു വിട്ടതിന് ശേഷം കാർ ലോക്ക് ചെയ്തിട്ട് കാറിന്റെ കീ എന്ത് ചെയ്തു, അവിടെ ഒരു ജെല്ല് തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. ആ ജെല്ലിൽ കൂടെ അകത്തേക്ക് ഹാളിലേക്ക് തന്നെ ഇങ്ങനെ എറിഞ്ഞിടുവാണ്. അതവിടെ പോയി കിടന്നു. പിന്നീട് അവന്മാരൊന്നും അറിയത്തില്ലാത്ത മട്ടിൽ ഇറങ്ങിപ്പോയി. ആന്റണിയോട് ചെന്നിട്ട് പറഞ്ഞു, നാളെ അവന്റെ കഥ തീരും, അവളും കൂടെ ആ കാറിനകത്തോടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായിരിക്കും. അപ്പോഴേക്കും ആന്റണി പറഞ്ഞു, നാളെ അവളും കൂടെ കയറിയാൽ മതിയായിരുന്നു, ഒരു വെടിക്ക് രണ്ട് പക്ഷി, എന്റെ കർണത്ത് തല്ലിയവളാ, അവളെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയി കഴിഞ്ഞപ്പോൾ രേവതി മുറിയൊക്കെ അടിച്ചു വാരി വരുവാണ്. അങ്ങനെ ഹാളടിക്കുന്ന സമയത്താണ് കാറിന്റെ കീ അവിടെ കിടക്കുന്നുണ്ട്. ഇത് സച്ചേന്റെ കാറിന്റെ കീ അല്ലേ ഇത്? ഓ, ഈ സച്ചേട്ടനൊന്നും ഒരു നോട്ടം ഇല്ല. ആ സമയത്ത് സച്ചി രാവിലെ ഒരു ഓട്ടം ഉണ്ടായിരുന്നു, ഓട്ടം പോവാനായിട്ട് റെഡിയായിട്ട് അവിടെ എല്ലാം കാറിന്റെ കീ നപ്പോണ്, കണ്ടില്ല. അങ്ങനെ രേവതി എന്റെ കാറിന്റെ കീ കണ്ടില്ലോ എന്നും പറഞ്ഞ് ഇറങ്ങി വന്നു. എന്റെ സച്ചേട്ടാ, ഇതൊക്കെ എവിടെയാ കൊണ്ടുപോയിടുന്നേ? എവിടെ? അതവിടെ കിടക്കുമായിരുന്നു. അവിടെ? അതെങ്ങനെ അവിടെ വന്നു? ഞാനിത് ഇവിടെ കൊണ്ടുപോയി വെച്ചാണല്ലോ എന്നല്ലേ? പിന്നെ സച്ചേട്ടൻ വല്ല സ്വപ്നം കണ്ടു കാണും. സച്ചേട്ടൻ വന്നു ഒരു ബോധവും ഇല്ല, ഒന്നുമില്ല. എടി അല്ലെന്നേ, ഞാൻ ഇന്നലെ കാറിന്റെ കീ ഇവിടെ കൊണ്ടുവച്ചാണ് ഓർക്കുന്ന. ദേ മിണ്ടാതെ പോകാൻ നോക്ക് സച്ചേട്ടാ, വെറുതെ എന്നോട് തർക്കിക്കരുതേ. ആ പിന്നെ സച്ചേട്ടൻ ഒരു കാര്യം ചെയ്യുക, പോകുന്ന വഴിക്ക് എനിക്ക് കുറച്ച് പൂ കൊടുക്കാണ്ടായി, ഇതൊന്നും കൊടുത്തേക്കാവോ? എനിക്ക് കുറച്ച് ജോലിയുണ്ട്, വർഷയുടെ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഒരിക്കും പൂ കൊണ്ടേ കൊടുക്കാൻ പോകാൻ പറ്റുള്ളൂ. അപ്പൊ സച്ചേട്ടൻ പോകുന്ന വഴിക്ക് ഈ പൂവൊന്ന് കൊടുത്തേക്കാവെന്ന് ചോദിച്ചു. അതിനെന്താ, ഇങ്ങനെ തന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ സച്ചിയുടെ കയ്യിലേക്ക് കുറച്ച് പൂവും കൂടെ രേവതി കൊടുത്തു വിട്ടു. ഈ സമയത്ത് ആന്റണിയുടെ ഗുണ്ടകൾ അവിടെ മറിഞ്ഞു നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. ആരൊക്കെയാ കാറിൽ കയറി പോകുന്നതെന്ന് അറിയണമല്ലോ, അതിനു വേണ്ടിയിട്ട്. അങ്ങനെ സച്ചി എന്ന് കാറിലേക്ക് കയറുവാണ്. രേവതിയോട് സൂക്ഷിച്ചു പോകണ സച്ചേട്ടാ. അതിനെന്താ, ഞാൻ സൂക്ഷിച്ചും കണ്ടല്ലേ പോകത്തുള്ളൂ. രേവതിക്ക് ടാറ്റയെ കൊടുത്തിട്ടാണ് സച്ചി അങ്ങനെ പോകുന്നത്. സച്ചി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ രേവതി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഇതേ സമയത്ത് അവന്മാർ നേരെ ആന്റണിയുടെ അടുത്തേക്ക് എന്നു. എന്നിട്ട് പറഞ്ഞു, അവളില്ല, അവൻ മാത്രം പോയെന്ന് പറഞ്ഞു. അവൻ മാത്രം? അതെ. കഷ്ടമായി പോയല്ലോ, അവളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടും കൂടെ തീർന്നു കിട്ടിയാനും, എങ്കിൽ നമുക്ക് സമാധാനമായനം. സാരമില്ല, അവൻ തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ കാര്യം ഓക്കെ, പിന്നെ അവള് നിലവിളിച്ച് നടന്നോളും. പിന്നെ അവള് ജീവിച്ചിരിക്കുമെന്ന് പോലും നോക്കേണ്ട കാര്യമാണ്. കാരണം സച്ചി ഇല്ലാതെ പിന്നെ രേവതി ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അത് ശരിയാ ആശാനെ, അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഈ സമയം ശ്രുതിയുടെ അടുത്തേക്ക് മീര എന്നിട്ട് ചോദിച്ചു, ശ്രുതി പ്രശ്നമാവും എന്ത്? അല്ല സച്ചിക്ക് എന്തെങ്കിലും അപകടം പറ്റി കാണുമോ? ഇപ്പോഴപകടമൊന്നും പറ്റി കാണുമല്ല. അല്ല അപകടം പറ്റിയാ നീ എങ്ങനെ അറിയുന്നേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ആന്റണി ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഇടി മണ്ടത്തരം കാണിക്കില്ലേ, നീ ആന്റണി എങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ പ്രശ്നമാവും. ഇപ്പൊ വിളിക്കാനൊന്നും പോണ്ട. എങ്ങാനും ഈ സച്ചിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീയും കൂടെ പോലീസ് കസ്റ്റഡിയിലാവുമെന്ന് എനിക്ക് പേടി. എടി നീ എന്നെ പേടിപ്പിക്കാതെടി, മനുഷ്യ എവിടുത്തെ പേടിപ്പിക്കാനായിട്ടെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി മീരയോട് ദേഷ്യപ്പെടുവാണ്. ആ സമയത്ത് സച്ചി ഒരു മൂളിപ്പാട്ടൊക്കെ പാടി അങ്ങനെ പോകുമ്പോഴത്തേനും പെട്ടെന്ന് സച്ചിക്ക് തോന്നി കാറ് ബ്രേക്ക് ഔട്ടിട്ട് ബ്രേക്ക് കിട്ടുന്നില്ലാന്ന്. ഇതെന്ത് പറ്റി? സച്ചിക്കൊന്നും മനസ്സിലായില്ല. ദൈവമേ, ബ്രേക്ക് കിട്ടുന്നില്ലോ. സച്ചി ആകെപ്പാടെ പരിഭ്രമിച്ചു പോയി. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അപകടം സംഭവിക്കുമെന്ന് ഉറപ്പായി. എന്താണെങ്കിലും സച്ചി ഒടുവില് കാറ് ഇടിച്ചു പിടിച്ചില്ല എന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ അവിടെ കൊണ്ടേ പതുക്കെ ഒരു മതിലിനോട് ചേർന്ന് ഇടിപ്പിച്ച് നിർത്തുവാണ്. അല്ലാതെ വേറെ സച്ചിക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. വലിയൊരു അപകടം അങ്ങനെ സച്ചിക്ക് ഒഴിവായി പോവാണ്. സച്ചിക്ക് അപകടം സംഭവിക്കും, അല്ലെ സച്ചി മരിക്കുമെന്നൊക്കെ കരുതിയിരുന്ന, പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അതിന്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.